ഓർമാസ് കോഓപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസിൻ്റെ അമെൻഡ്മെൻറ്റ്സ് ഭാഗങ്ങളാണ് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ റൂള് 170 ശേഷം ഒരു പുതിയ റോള് വന്നിട്ടുണ്ട്, 170A. അതിനെപ്പറ്റിയാണ് ആദ്യമായിട്ട് നോക്കുന്നത്. റൂള് 170A 170A എന്ന് പറയുന്നത് ദി ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതായത് മിൽമ, ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഇപ്പം മിൽമയുടെയും അതുപോലെ തന്നെ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. തിരുവനന്തപുരം, എറണാകുളം, മലബാർ റീജിയൻ, അങ്ങനെ 3 റീജിയനായിട്ട് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുണ്ട്. അപ്പോൾ ഈ ഫെഡറേഷൻ്റെയും അതായത് മിൽമയുടെയും ഈ റീജിയനുകളുടെയും പെർഫോമൻസ് ഓഡിറ്റിനെ പറ്റി പറയുന്ന ഒരു പുതിയ റൂളാണ് 170A. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് ദ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഷാൽ ബി എൻട്രസ്റ്റഡ് ടു ആൻ അപ്രൂവ്ഡ് ഏജൻസി ഓർ ഇൻഡിവിജ്വൽസ് വിത്ത് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ്. താഴെ പറയുന്ന യോഗ്യതകളുള്ളവരെ ഈ ഫെഡറേഷൻ്റെയും അതുപോലെ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളുടെയും പെർഫോമൻസ് ഓഡിറ്റിന് വേണ്ടി ചുമതലപ്പെടുത്തണം. അതൊരു അംഗീകൃത ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികളെ ആകാം. അപ്രൂവ്ഡ് ഏജൻസി ഓർ ഇൻഡിവിജ്വൽസ് വിത്ത് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ്. ഇപ്പോൾ താഴെ പറയുന്ന യോഗ്യതകളുള്ള ഏജൻസിയോ അല്ലെങ്കിൽ അംഗീകൃത ഏജൻസിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആകാം. അവരായിരിക്കണം ഈ യൂണിയനുകളുടെയും അതുപോലെ തന്നെ മിൽമയുടെയും ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ് നടത്തേണ്ടത്. ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. അതായത് ഒന്നാമതായിട്ട് പറയുന്നത് മിനിമം 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ കേഡർ ഇൻ എ റെപ്യൂട്ടഡ് ഫേം ഇൻ ഡയറി ഇൻഡസ്ട്രി. ക്ഷീരവ്യവസായ സ്ഥാപനത്തിലെ മാനേജറിയൽ കേഡറിലുള്ള കുറഞ്ഞത് 10 വർഷത്തെ പരിചയം, സാങ്കേതികമായിട്ടുള്ളതും മാനേജറിയൽ കേഡറിലുള്ളതുമായ 10 വർഷത്തെ പരിചയം, അതായത് ഡയറി ഇൻഡസ്ട്രിയിൽ, ക്ഷീരവ്യവസായ മേഖലയിൽ 10 വർഷത്തെ കുറഞ്ഞ പരിചയം ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഗ്രാജുവേഷൻ ഇൻ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ബിരുദം ഉണ്ടായിരിക്കണം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ഒരു ബിരുദം. മൂന്നാമതായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഈസ് പ്രിഫറബിൾ. അത് അപലഷണീയമായിട്ടുള്ളതാണ്. എന്താണ്? മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഏതായാലും മതി, അത് അപലഷണീയമാണ്. പിന്നെ മറ്റൊരു അപലഷണീയമായിട്ടുള്ള കാര്യമാണ് ISO ഓഡിറ്റ് എക്സ്പീരിയൻസ് ഈസ് പ്രിഫറബിൾ. ISO ഓഡിറ്റ് എക്സ്പീരിയൻസ് ഉള്ള പരിചയം ഉണ്ടായിരിക്കണം, അപലഷണീയമാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഫീസ്, ഇവർക്കുള്ള ഫീസ്, റെമ്യൂണറേഷൻ കാര്യങ്ങളെ പറ്റിയാണ്. ദ ഫീസ് ഓർ റെമ്യൂണറേഷൻ ഫോർ പെർഫോമൻസ് ഓഡിറ്റ് ഷാൽ ബി ഫിക്സ്ഡ് ബൈ ദ ഫങ്ഷണൽ രജിസ്ട്രാർ ഡയറി ഫ്രം ടൈം ടു ടൈം. ഇപ്പോൾ ഈ ഏജൻസിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുക്കുന്ന പെർഫോമൻസ് ഓഡിറ്റിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഫീസ് എന്ന് പറയുന്നത് അത് ഡയറിയുടെ ഫങ്ഷണൽ രജിസ്ട്രാർ, ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ
ഡയറക്ടറാണല്ലോ അതിൻ്റെ ഫങ്ഷണൽ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ആ ഫങ്ഷണൽ രജിസ്ട്രാർ കാലാകാലങ്ങളിൽ തീരുമാനിക്കുന്ന നിരക്കിലുള്ള ഫീസായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ ദി അപ്പെക്സ് സൊസൈറ്റി ഷാൽ പ്രിപ്പയർ എ പാനൽ ഓഫ് എക്സ്പേർട്സ് or agencies within 1 month from the end of every financial year and submit to the registrar diary for approval. അപ്പം ഓരോ സാമ്പത്തിക വർഷവും അവസാനിച്ച് ഒരു മാസത്തിനകം അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏതാ? ഫെഡറേഷൻ, മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, പരിചയസമ്പന്നരായ ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ ഒരു പാനൽ തയ്യാറാക്കി അത് അംഗീകാരത്തിനായി ഡയറി വകുപ്പിൻ്റെ രജിസ്ട്രാർക്ക്, അതായത് ഫങ്ഷണൽ രജിസ്ട്രാർക്ക് അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. ദി അപ്പെക്സ് സൊസൈറ്റി ഷാൽ പ്രിപ്പയർ എ പാനൽ ഓഫ് എക്സ്പേർട്സ് or agencies within 1 month from the end of every financial year and submit it to the registrar diary for approval. ഇനി on receipt of such an application from the Apex Society, the registrar diary shall verify the proposed panel, may make necessary changes as he thinks fit, and may either approve or return the same for clarification within a period of 60 days from the date of receipt of the application. എനിക്ക് ഒരു കാലാവധി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആദ്യം ഒരു മാസത്തിനകം, ഓരോ സാമ്പത്തിക വർഷം അവസാനിച്ച് ഒരു മാസത്തിനകം ഒരു പാനൽ തയ്യാറാക്കി ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷണൽ രജിസ്ട്രാറുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കണം. ഇനി അങ്ങനെ ഈ പാനലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡയറി രജിസ്ട്രാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനകം അദ്ദേഹം അത് അപ്രൂവ് ചെയ്യണം. ഇനി എന്തെങ്കിലും അതിന് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് തിരിച്ചയക്കുകയും ചെയ്യാം. അത് 60 ഡേയ്സിനകം അതിനൊരു തീരുമാനം എടുക്കണം. അടുത്തതായിട്ട് പറയുന്നത് ഓൺ റെസിറ്റ് ഓഫ് ദ അപ്രൂവ്ഡ് പാനൽ ഫ്രം ദ രജിസ്ട്രാർ ഡയറി, ദി അപ്പെക്സ് സൊസൈറ്റി ആൻഡ് ദ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഷാൽ entrust their annual performance audit to the agency or individual selected from the approved panel within 30 days from the date of receipt of the approved panel. ഡയറി രജിസ്ട്രാറുടെ അപ്രൂവൽ കിട്ടി 30 ദിവസത്തിനകം അപ്പെക്സ് സൊസൈറ്റി അല്ലെങ്കിൽ റീജിയണൽ പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകൾ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പാനലിൽ നിന്നും ഏജൻസിയെ അല്ലെങ്കിൽ വ്യക്തികളെ ചുമതലപ്പെടുത്തണം. 30 ദിവസത്തിനകം ചുമതലപ്പെടുത്തണം എന്നാണ് കിട്ടിയിട്ട്, അപ്രൂവൽ കിട്ടി 30 ദിവസത്തിനകം അവരെ ചുമതലപ്പെടുത്തണം എന്നാണ് 5ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനിയും അടുത്തതായിട്ട് പറയുന്നു, ദി ഇൻട്രസ്റ്റഡ് ഏജൻസി ഓർ പേഴ്സൺ ഷാൽ കണ്ടക്ട് ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് and submit the report in time as per the directions of the Apex Society and the Registrar Dairy Department. അപ്പോൾ ഇങ്ങനെ ചുമതലപ്പെടുത്തിയ ഏജൻസി അല്ലെങ്കിൽ വ്യക്തി ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് യഥാസമയം നടത്തി ഡയറി രജിസ്ട്രാറുടെയും അപ്പെക്സ് സ്ഥാപനത്തിൻ്റെയും നിർദ്ദേശാനുസരണം അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇത് ഇപ്പം നമ്മൾ കണ്ടത് ഈ 170A എന്ന് പറയുന്ന പുതിയൊരു റൂളാണ്, നിലവിലില്ലാത്തതാണ്, പുതുതായിട്ട് വന്നതാണ്. 170ന് ശേഷം 170A. ഇത് ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ മിൽമ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, അതിനുവേണ്ടി മാത്രമുള്ള ആ പെർഫോമൻസ് ഓഡിറ്റിനെ പറ്റി പറയുന്ന ഒരു റൂളാണിത്. അത്
നിങ്ങൾ നോക്കുക, അത് പഠിക്കുക. പുതിയ റൂളാണ്. ഇനി റൂള് 178A എന്താണ് പറയുന്നത്? 178A എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ് ആണ്. ബ്രാഞ്ചുകൾ തുറക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, ഈ ശാഖകൾ തുറക്കുമ്പോൾ ഏത് ബാങ്കിൻ്റെ ആയിക്കോട്ടെ, കേരള ബാങ്കിൻ്റെയോ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ പ്രാഥമിക വായ്പാ സംഘങ്ങളുടെയൊക്കെ പുതിയൊരു ബ്രാഞ്ച് ആരംഭിക്കണമെങ്കിൽ അതിന് ഫീസ് അടയ്ക്കണം. അപ്പോൾ ആ ഫീസിൽ വന്നിരിക്കുന്ന വർധനവുണ്ട്. അതാണ് നമുക്ക് നോക്കാം 178A എന്താ മാറ്റം വന്നത് ഫീസിൽ. ഇൻ ദ എൻട്രീസ് അഗൻസ്റ്റ് ഐറ്റം 1 ഫോർ ദ ലെറ്റേഴ്സ്, സിംബൽസ് ആൻഡ് ഫിഗേഴ്സ് ₹10,000, the letters, symbols and figures ₹15,000 shall be substituted. അതായത് കേരള ബാങ്കിൻ്റെയോ, അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയോ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയോ ശാഖകൾ തുറക്കാനാണെങ്കിൽ നിലവിൽ 10,000 രൂപയായിരുന്ന ഫീസ് 15,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ ഫീസ് കേരള ബാങ്കോ അല്ലെങ്കിൽ KSCRDB ബാങ്കിൻ്റെയോ ആണെങ്കിൽ, ശാഖകളാണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ഫീസ് എത്രയാണ്? നിലവിലുള്ളതല്ല നോക്കേണ്ടത്. നിലവിൽ 10,000 ആയിരുന്നു, ഇനി മുതൽ 15,000 രൂപയായിരിക്കും. അതുപോലെ പ്രാഥമിക വായ്പാ സംഘങ്ങളായിരിക്കും PACS, PCARDB, FSCB, അർബൻ ബാങ്ക്, ഇങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള ബാങ്കുകൾക്കാണ് നിലവിൽ 500 രൂപയായിരുന്നു. നിലവിൽ 5,000 രൂപയായിരുന്നു. അത് വർദ്ധിപ്പിച്ച് 7,500 രൂപയാക്കി. അതാണ് പറയുന്നത്, ഇൻ ദി എൻട്രി അഗൻസ്റ്റ് ഐറ്റം 2 ഫോളോയിങ് അണ്ടർ ദ ഹെഡിങ് നെയിം ഓഫ് ദ ബാങ്ക് ഫോർ ദ ഫിഗേഴ്സ് ആൻഡ് സിംബൽസ് 5,000, the figures and symbols 7,500 shall be substituted. അതിനിടയ്ക്ക് in the opening paragraph and in the entry 1 following under the heading name of the bank, the word district cooperative banks and the district cooperative banks shall be omitted. അപ്പോൾ അവിടെ അതിനിടയ്ക്ക് ജില്ലാ ബാങ്കിൻ്റെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള ഈ 178A റൂളിൽ അതിൻ്റെ ശാഖകൾ തുറക്കുന്നതിൻ്റെ അതങ്ങ് ഒഴിവാക്കി, ഒമിറ്റ് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ലല്ലോ, കാര്യം ജില്ലാ ബാങ്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെയോ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെയോ ശാഖകളാണെങ്കിൽ ഇനി മുതൽ 15,000 രൂപയായിരിക്കും ബ്രാഞ്ച് തുറക്കാനുള്ള ഫീസ്. എന്നാൽ അത് പ്രാഥമിക സംഘങ്ങളാണെങ്കിൽ PACSO, PCARDBയോ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കോ അർബൻ ബാങ്കോ ഒക്കെ ആണെങ്കിൽ അത് 7,500 രൂപയായിരിക്കും. നിലവിൽ 5,000 ആയിരുന്നു, അത് 7,500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആണ് 178A മാറ്റങ്ങൾ. ഇനി നമുക്ക് വലിയൊരു ചാപ്റ്ററാണ്, നമുക്കറിയാം എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിലോട്ട് വരുന്ന ആ ഭാഗത്തേക്ക് റൂൾ 182 മുതൽ ഉള്ള ചേഞ്ചസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. സ്ഥാപക വിഭാഗം, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എന്തെല്ലാം ആ റൂളിൽ മാറ്റം വന്നിരിക്കുന്നു, റൂൾ 182 മുതൽ. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ 170A പുതുതായിട്ട് വന്നത്, അതുപോലെ 178A ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ്, അതും അതിൻ്റെ ഫീസാണ് വർധന വന്നിരിക്കുന്നത്. അതും പ്രത്യേകമായിട്ട് നിങ്ങൾ പഠിക്കുക. ധാരാളം പ്രാവശ്യം വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം. കാര്യം നിങ്ങളുടെ അഭിപ്രായം വെച്ചുകൊണ്ടാണ് തുടർന്നുള്ള വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഇതിൽ നിന്ന് കിട്ടട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് പലരും പല കമൻറ്റുകൾ ഇട്ടിരുന്നു, സൗണ്ട് കുറവാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ സൗണ്ടെല്ലാം ക്ലിയറാണോ എന്നുകൂടെ പറയണം. അതുപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്
നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.